ചപ്പാത്തി ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് വയനാടൻ ട്രിപ്പിൻ്റെ 3rd പാർട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള രാത്രിയിലെ കാഴ്ചകളും അതുപോലെ തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് കണ്ട കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മറക്കാതെ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇനി ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അത് കാണണമെങ്കിൽ അത് പോയി കാണാം കേട്ടോ. അപ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാം കേട്ടോ. അങ്ങനെ ഇവിടെ നൈറ്റ് ആയിട്ടുണ്ട്. ഒരാളതാ ഊഞ്ഞാലിലാടി അങ്ങനെ ഫോണുമ്മ കളിച്ചിരിക്കുന്നുണ്ട്. ബാക്കി ഞങ്ങളെല്ലാവരും ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനും ഉമ്മയും റെൻകാക്കയും കുഞ്ഞുട്ടിയൊക്കെ ഇവിടെ അങ്ങനെ പുറത്ത് വന്ന് ഈ തിണ്ടിലിരുന്ന് കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് ലഞ്ച് പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ വൈകുന്നേരം വന്ന ഉടനെ തന്നെ ഒരു കോഫിയും സ്നാക്സൊക്കെ ഒന്ന് കഴിച്ചതാണ്. ഇനി ഇവിടെ നിന്ന് നാളെ ഒരു ഉച്ച അല്ലെങ്കിൽ വൈകുന്നേരം വരെയാണ് കേട്ടോ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാത്രിക്കുള്ള ഡിന്നറും നാളെ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ റെഡിയായി പുറത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. നൈറ്റിലും ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മുഴുവനായിട്ട് ഒരുപാട് പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പുറത്ത് ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു ഇരുട്ടത്ത് നമ്മളെ ഈ നിലാവത്ത് ഇങ്ങനെ ചെറിയ വെളിച്ചത്തിൽ ആ ഒരു ഊഞ്ഞാലിൽ ഇരുന്നിട്ടും പുറത്തൊക്കെ ഇരിക്കാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. ഇതെന്താ ഹൈറ്റാ? No, here is food. ഇതിനെ കുറിച്ച് എന്താണ്? ഹായ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവരുടെ റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ഫ്രൈഡ് റൈസും ബീഫ് ചില്ലിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉപ്പാക്കും റെൻകാക്കും ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒന്നൊന്ന് പുറത്ത് പോയി
പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനുണ്ട് ഇവിടെ അടുത്തൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് റെൻകാക്കാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ അവൻ്റെ വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ പല കാഴ്ചകളും കണ്ടു കേട്ടോ. ഫസ്റ്റൊക്കെ ഞാനും റെൻകാക്കയും ഇല്ലയെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര പേടിയാണ് നൈറ്റിൽ ഈ ഫോറസ്റ്റിൻ്റെ ഇതിലൂടെ അങ്ങനെ പോകാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് റെൻകാക്കും, വലിയ ധൈര്യമൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇവിടെ ഓരോ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഒന്ന് കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ പോകാമെന്ന് പറഞ്ഞപ്പോൾ പോയതാണ്. പിന്നെ ഞങ്ങളില്ലാതെ പറഞ്ഞിട്ട് സമ്മതിച്ചില്ല, ഞങ്ങളെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് പല മൃഗങ്ങളെയും കണ്ടു. അതിലൊന്നാണ് ഫസ്റ്റ് കണ്ടത് നമ്മുടെ കാട്ടിലുള്ള കാട്ടുപോത്ത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു റിസോർട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരുപാട് ഉള്ളിലോട്ടാണ്. അപ്പോൾ കൂടുതലും ഫോറസ്റ്റ് ആണ് ചുറ്റുപാടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ പോയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സൈഡിലൂടെ ഇങ്ങനെ നോക്കിയപ്പം കണ്ണുകൾ ഇങ്ങനെ തിളങ്ങുന്നത് പോലെ കണ്ടു കേട്ടോ. അപ്പോൾ എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഇവരുടെ കയ്യിൽ ഒരു ചെറിയൊരു ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നിങ്ങനെ അടിച്ച് നോക്കിയപ്പം അങ്ങനെ കണ്ടതാണ്. ഒന്നൊന്നുമല്ല, ഒരു 2, 3, 4 ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ ഇങ്ങനെ കാണുന്നത് പോലെയൊന്നുമല്ല, ഭയങ്കര സൈസാണ് ഈ ഒരു കാട്ടുപോത്തിന്. ഒരുപാട് വലുപ്പമാണ് കേട്ടോ. നമ്മുടെ ഒരു ആനയുടെയൊക്കെ അത്രയും വലുപ്പമുണ്ട് ഈ ഒരു കാട്ടുപോത്തിന്. അതുപോലെ തന്നെയാണ് ഇവരുടെ ശക്തിയും. ആക്ച്വലി ചെറിയ കുട്ടിയല്ലേ കൊമ്പൊക്കെ പോലെ കാട്ടുപോത്ത് ഒന്നങ്ങ് അനങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പേടിച്ചു പോയിട്ടോ. കാരണം അവരൊക്കെ ഒന്ന് ഇളകി വന്നാൽ പിന്നെ നമ്മളിവിടെ ഈ നിൽക്കലൊന്നും ആവില്ല. അപ്പോൾ പിന്നെ ഒരുപാട് നേരമൊന്നും നോക്കി നിന്നില്ല, അപ്പം തന്നെ ഞങ്ങൾ വണ്ടി ഒന്ന് പോയിട്ടോ. അങ്ങനെ പോയി അവിടെ അടുത്തൊരു ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് പുറത്തങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ട് തിരിച്ചു പോരുന്ന വഴിക്കാണ് ഞങ്ങൾ ഈ ഒരു ആനനെ കണ്ടത് കേട്ടോ. കുഞ്ഞ് കൊമ്പനാനയാണ് കേട്ടോ, ചെറിയ കുട്ടിയാണ്. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം ഒന്ന് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയപ്പോൾ നല്ല വലിയ കൊമ്പനാനെ തന്നെ കണ്ടു കേട്ടോ. പേടിച്ചിട്ടേ അത് കുഴപ്പമില്ല. തിന്നു നോക്കണോ നോക്കി. ഉപദ്രവകാരിയൊന്നല്ലേ പേടിച്ചില്ല. പേരും പേടിട്ടെനിക്ക്. ആ ഓക്കെ, ഓന് പേരും പേടിയാണ്. അത് ചെറിയ കുട്ടികളൊന്നും കാട്ടൂല. അങ്ങനെ പേടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ 2 ആനകളെ കണ്ടു. ഞാൻ സത്യത്തിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ ആനനെ ഇത്ര അടുത്ത് നിന്ന് കാണുന്നത്. അതുപോലെ തന്നെ കാട്ടുപോത്തിനെയും നമ്മൾ സൂവിൽ നിന്നും അതുപോലെ ചുരം ഇറങ്ങുമ്പോഴൊക്കെ കാണാറുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യത്തെ ആനനെ അങ്ങനെ വിട്ടു നിന്നൊക്കെ ഒന്ന് കണ്ടിരുന്നു. ഇത്രയും അടുത്ത് നിന്ന് കാണുന്നത് ഫസ്റ്റ് ടൈം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വലിയ കൊമ്പനാനനെ കണ്ടപ്പോൾ സത്യത്തിൽ ഞാനും റെൻകാക്കയെ ഒന്ന് പേടിച്ചു കേട്ടോ. എന്നെപ്പോലെ തന്നെ എനിക്കും റെൻകാക്കൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോ കാഴ്ചകൾ കാണുന്നതിന് പുറത്ത് ഇങ്ങനെ കുറച്ച് മൃഗങ്ങളൊക്കെ ഒന്ന് കണ്ടു. പിന്നെ കുറച്ച് മാനുകളും ഉണ്ടായിരുന്നു. മാനുകൾ ഞാൻ പിന്നെ ഇതിൽ അങ്ങനെ വീഡിയോസിൽ ഇട്ടിട്ടില്ല, കാരണം ഇതിൻ്റെ മുന്നേ ഞാൻ കഴിഞ്ഞ പാർട്ട് 2 ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്തൊക്കെ ഒന്ന് കാണുമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലൊന്നും ഇടാതിരുന്നത്.
ജസ്റ്റ് ഒന്ന് അതിലൂടെയൊക്കെ ഒന്ന് പോയി ഒന്നിങ്ങനെ കറങ്ങി വന്നതാണ്. നല്ല വലിപ്പമുള്ള മറിഞ്ഞൊക്കെയല്ല കുട്ട ആ പുല്ല് തിന്നത് അതിന്റെ കൊമ്പുണ്ട് നിങ്ങള് ഒറ്റക്കൊമ്പൻ ഇതൊക്കെയാണ് അപകടകാരികൾ. അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ച് വരുന്ന വഴിക്കും ഞങ്ങൾ ആ ഫസ്റ്റ് കണ്ട കാട്ടുപോത്ത് ഒക്കെ ആ സെയിം പ്ലേസിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ തിരിച്ച് വന്നപ്പോഴും ഒന്ന് കണ്ടപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് നിർത്തി ഒന്ന് കുറച്ച് നേരം നോക്കി നിന്നു. വേറെ കളറുള്ള സോക്സ് ഇതല്ലേ അങ്ങനെ പല സ്ഥലങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് തന്നെ എത്തി. അപ്പോൾ ഉള്ള സൗകര്യത്തിനനുസരിച്ചൊക്കെ ഞങ്ങളെല്ലാവരും ഓരോ റൂമിലായിട്ട് കിടന്നു കേട്ടോ. അപ്പോൾ ഉപ്പാനോടും ഉമ്മാനോടും ഒരു റൂമിൽ കിടന്നിട്ട് ഞങ്ങൾ ഹാളിലൊക്കെ ആയിട്ട് കിടക്കാമെന്നൊക്കെ പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല. അപ്പോൾ ഉപ്പയും ഉമ്മയും ഓരോരുത്തർ കൂടെ ആയിട്ടാണ് കേട്ടോ കിടന്നത്. ഉമ്മ കുഞ്ഞുട്ടിൻ്റെയും സിനുവിൻ്റെയും കൂടെ ഒരു റൂമിൽ കിടന്നു, ഞങ്ങളുടെ കൂടെ ഉപ്പയും കിടന്നു, ചിക്കു ഹാളിലും കിടന്നു കേട്ടോ. എക്സ്ട്രാ ഒരു ബെഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അവന് ഹാളിൽ ബെഡിട്ട് കിടന്നു. അങ്ങനെ ആ നൈറ്റ് കഴിഞ്ഞ് രാവിലെ ആയി. മോർണിംഗിൽ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഭംഗിയാണ്. ആ ഒരു
ചെറിയ തണുപ്പും ആ ഒരു മഞ്ഞും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഈ ഒരു ക്ലൈമറ്റും ആ ഒരു പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഒരാളിവിടെ ഉറങ്ങി എണീറ്റ് പുറത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും എണീറ്റ് ഒക്കെ റെഡി ആവാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്കെല്ലാം ഇവിടെ റൂമൊക്കെ ഒന്ന് സെറ്റാക്കി ഒക്കെ ഒന്ന് എടുത്തു വെച്ച് പോകാനായിട്ട് ഒരുങ്ങാൻ. രാവിലെ എണീറ്റ ഉടനെ തന്നെ ആനിയും അമ്മനും നേരെ പോയത് സ്വിമ്മിംഗ് പൂളിലോട്ടാണ്. അപ്പോൾ പിന്നെ കുറച്ച് തണുപ്പുള്ളത് കൊണ്ട് അവർ പിന്നെ അങ്ങനെ ഇറങ്ങാനൊന്നും നിന്നില്ല. പുറത്തങ്ങനെ നിന്ന് അതിലങ്ങനെ കളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ മെഹറുമ്മ നല്ല കളിയാണ്. ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം വരെയാണ് ഇവിടെ ടൈമുള്ളത്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം വരെയൊന്നും നിൽക്കുന്നില്ല. ഉച്ചയ്ക്ക് ലഞ്ചിന് പുറത്ത് എവിടുന്നെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു ഉച്ച വരെ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം വേറെ ഏതെങ്കിലും ഒരു ഇവിടെ തന്നെ എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഉച്ചക്കിന് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇൻഡോർ ഗെയിംസ് ഉണ്ട്. അപ്പോൾ നൈറ്റിൽ തന്നെ ആനി കുറേ പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കളിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ നൈറ്റിൽ പുറത്ത് പോയല്ലോ. അപ്പോൾ അതിന് നിന്നപ്പോൾ അങ്ങനെ ഗെയിമിനൊന്നും കളിക്കാനായിട്ട് നിന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവനൊന്ന് കമ്പനി കൊടുക്കാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കളിച്ച് നോക്കിയാണ് കേട്ടോ. അപ്പോഴേക്കും അവരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ആനയും വേഗം പോയി കഴിക്കാനായിട്ട് നിന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് ഉപ്പുമാവും പൂരിയാണ്. പൂരിൻ്റെ കൂടെ ബാജിയും കടലക്കറിയും ഉണ്ടായിരുന്നു. പിന്നെ മക്കൾക്കൊക്കെ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ ചീസും ജാമും അതൊക്കെ ഇവർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോഫി അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് വന്നതുകൊണ്ട് തന്നെ എൻ്റെയും ആനിൻ്റെയും ലാസ്റ്റാണ് കഴിഞ്ഞത് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് തന്നെ പുറത്ത് അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. സിനു പോയോ? എല്ലായിടത്തും ഞാൻ കളിച്ചിട്ടാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളിനി പോകാനുള്ള ഒരുക്കങ്ങളാണ്.
അപ്പോൾ റൂമൊക്കെ ഒന്ന് ആകെ അലങ്കോലമായി കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് ഞങ്ങളെ ലഗേജൊക്കെ ഒന്ന് സെറ്റാക്കി വണ്ടിയിലോട്ട് എടുത്ത് വെച്ച് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഉച്ച സമയത്ത് തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പോവാനായിട്ട് വണ്ടി കയറി നിന്നപ്പോഴാണ് ആനിക്ക് ഓൺലൈൻ എക്സാം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി അറ്റൻഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ അവനെ വിളിച്ചപ്പോൾ അവൻ്റെ എക്സാമൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് പോവാണ്. ഇനി ഞങ്ങൾ നേരെ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള നല്ല ഭംഗിയുള്ള ആ ഒരു പൂപ്പൊലി കാണാനാണ് കേട്ടോ. അതും കൂടി കണ്ടിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മുടെ പൂപ്പൊലിയായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണിനും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് നിങ്ങളുടെ ഫോണിലൊക്കെ വരികയുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.